ആ നിലക്കുള്ള ഒരു പോളിംഗ് ശതമാനത്തിന് അതിന്റെ കണക്കുകൾ കണ്ടില്ല എന്നുള്ളതാണ്. പിരായിരി പഞ്ചായത്തിലും കണ്ണാടി പഞ്ചായത്തിലും ഏതാണ്ട് 20,000-ൽ പരം വോട്ടിന്റെ കുറവാണ്. ഈ ഉള്ള വോട്ടിനെ കുറവ് അല്ലെങ്കിൽ പോൾ ചെയ്യേണ്ടതും പോൾ ചെയ്തതും തമ്മിലുള്ള വ്യത്യാസം നോക്കുമ്പോൾ 10,000-ൽ പരം 20,000-ൽ പരം വോട്ടിന്റെ വ്യത്യാസമുണ്ട്. അത് ഏത് വിധത്തിൽ ബാധിക്കുന്നു? രാഹുൽ മാങ്കൂട്ടത്തിൽ തിരികെ വരുന്നു. 258 വോട്ടിന് മുന്നിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നു. 258 വോട്ടിന് മുന്നിൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം എത്തുന്നു. ഇത് ഒരു ട്രെൻഡ് ഏത് വിധത്തിലായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു സൂചന പോലും നൽകാതെയാണ് പാലക്കാട് ഇത്തരത്തിൽ ആ നമ്പറുകൾ മാറി മറിയുന്നത് എന്നുള്ളതാണ്, ഫലം മാറി മറിയുന്നത് എന്നുള്ളതാണ്. 258 വോട്ടിന്റെ ലീഡ് എന്ന് പറയുമ്പോൾ കൃത്യമായും 1116, 1300, 258 കൃത്യമായും ആ വോട്ട് മറികടക്കാൻ അവിടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 258 വോട്ട് മുന്നിലേക്ക് വരുന്നു. അത് മൂന്നാമത്തെ റൗണ്ടിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഘട്ടത്തിൽ ഒരു സമയത്ത് പോലും ഇത്തരത്തിൽ മൂന്നാമത്തെ റൗണ്ടിൽ UDF-ന് അല്ലെങ്കിൽ BJP അല്ലാത്ത ഒരു കക്ഷിക്ക് അവിടെ മുന്നിലേക്ക് വരാൻ സാധിച്ചിരുന്നത്. പക്ഷേ മൂന്നാം റൗണ്ടിൽ മുന്നിലേക്ക് എത്താൻ രാഹുലിന് കഴിയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ 258 വോട്ടുകൾക്ക് പാലക്കാട് മുന്നിൽ. രാഹുൽ പറയുന്നു തിരുമ്പി വന്നിട്ട് എന്ന് സൊല്ല് എന്ന് തൽക്കാലത്തേക്കെങ്കിലും രാഹുൽ ഇപ്പോൾ പറയാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 258 വരെങ്കിൽ 258 വോട്ടിന് ഇപ്പോൾ കുറച്ചു നേരത്തേക്കെങ്കിലും ആ ഒരു ലീഡ് നില ഉയർത്താൻ കഴിയുന്നു. നേരത്തെ മിന്നിമറഞ്ഞു പോവുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടമെങ്കിൽ ഇപ്പോൾ അല്പസമയമായി ആ 258 എന്ന നിലയിൽ കോൺഗ്രസിന് മുന്നേറാൻ കഴിയുന്നു. കൃഷ്ണകുമാറിന് അടിപതറി തുടങ്ങിയോ? കൃഷ്ണകുമാർ അങ്ങനെ 278 വീണ്ടും കൃഷ്ണകുമാർ വരുന്നു. ഫലം മാറി മറിയുന്നു. അത് തന്നെയാണ് പാലക്കാട് പ്രവചനാതീതം എന്ന് തന്നെ പാലക്കാട് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയും. 858 സി കൃഷ്ണകുമാർ ലീഡ് നില